അപ്പോൾ നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റാണ് ആദ്യം പറഞ്ഞത്. അൺഓർഡേർഡ് ലിസ്റ്റിൽ നമുക്ക് ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പ് അങ്ങനെയുള്ള ഷേപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ആ ലിസ്റ്റിനെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ ടൈപ്പ് അവിടെ മെൻഷൻ ചെയ്യാതിരിക്കാം. ടൈപ്പ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള ഡിസ്ക് ഷേപ്പ് മാത്രമാണ് അതിൻ്റെ ഫ്രണ്ടിൽ വരിക. നമ്മളിങ്ങനെ ഈ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ബുള്ളറ്റ് കൊടുക്കില്ലേ, അതിന് പകരം ഇവിടെ ആ ഒരു ഷേപ്പ് വന്നിട്ട് ആ ലിസ്റ്റ് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോണത് ഓർഡേർഡ് ലിസ്റ്റാണ്. ഓർഡേർഡ് ലിസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്പറിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ 1 2 3 4 5 അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ് 1 2 3 4 5 കൊടുക്കാം. അതല്ലെങ്കിൽ ക്യാപിറ്റൽ ABCD, സ്മോൾ ABCD, ഇങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ലിസ്റ്റിനെ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എഴുതണമെന്ന് നമുക്ക് നോക്കാം. HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി ഇതെല്ലാം വേണം. അത് കഴിഞ്ഞ് കണ്ടൻസ് നമുക്ക് ഇഷ്ടമുള്ളത്ര ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് OL എന്നുള്ള ടാഗ് കൊടുക്കുക. OL എന്നുള്ള ടാഗിനകത്ത് നിങ്ങൾക്ക് ലിസ്റ്റിങ്ങിൽ എന്തൊക്കെ വേണമോ അതെല്ലാം ലിസ്റ്റിങ്ങിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് ആ ലിസ്റ്റ് അവിടെ ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞ് OL ഇവിടെ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇനി ഇതിനെ കൂടുതൽ ഭംഗിയാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കൊന്നുകിൽ നമ്പേഴ്സ് കൊടുക്കാം, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ബിഗ് റോമൻ നമ്പേഴ്സ്, സ്മോൾ റോമൻ നമ്പേഴ്സ്, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞ് OL ടൈപ്പ് ഈക്വൽ ടു, ഇത് കണ്ടോ, ഇതെന്താണ് അർത്ഥം? നമുക്ക് റോമൻ ലെറ്റർ വലുതില് ആ 1 2 3 ആ നമ്പറിംഗ് സിസ്റ്റമാണ് ഇവിടെ കൊടുക്കുന്നത്. സ്റ്റാർട്ട് ഈക്വൽ ടു 5, സ്റ്റാർട്ടിങ് 1 2 3 4 അങ്ങനെയാണ് സാധാരണ സ്റ്റാർട്ടിങ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ഈക്വൽ ടു 5 എന്ന് കൊടുത്താൽ ആ വാല്യൂ വെച്ചുകൊണ്ടാണ് അത് തുടങ്ങുക. ഇനി അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിസ്റ്റിങ്ങിൽ രജിസ്റ്റേഴ്സ്, അപ്പോൾ നമ്മൾ ലിസ്റ്റിങ്ങിൽ അത് കൊടുത്തു. അതേപോലെ ക്യാഷ്, റാം, അപ്പോൾ ആ ലിസ്റ്റ് അവിടെ നമുക്ക് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് OL എന്നുള്ള ടാഗിനെ നമ്മളിവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓർഡേർഡ് ലിസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. ബാക്കിയെല്ലാം സാധാരണ വെബ് പേജിൽ ചെയ്യണ പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ ലിസ്റ്റിൽ ഏത് തരത്തിലുള്ള നമ്പറിംഗ് സിസ്റ്റമാണ് വേണ്ടതെന്നും എവിടെ മുതലായിരിക്കണം ആ നമ്പറിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ഈ സ്റ്റാർട്ട് എന്നുള്ള നമ്മൾ ആട്രിബ്യൂട്ടിനെ കൊടുക്കുന്നത്. ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് ഏത് ടൈപ്പ് നമ്പറിംഗ് സിസ്റ്റം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വെബ് പേജിനെ കൂടുതൽ നമുക്ക് ഭംഗിയാക്കാൻ സാധിക്കുന്നു.